ഇന്നൊരു അടിപൊളി പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ കടയിലേക്ക് പോകുമ്പോൾ കുറച്ച് കൂടുതൽ പനീർ വാങ്ങിക്കൊണ്ട് വരും. കാരണം പനീർ വെച്ച് നമുക്ക് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, പിന്നെ ബട്ടർ ഇടുക, പിന്നെ ഗ്രാമ്പൂ ഏലക്ക പട്ട ഇടുക, പിന്നെ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റുക, കുറച്ച് ഉപ്പിടുക, പിന്നെ മസാലയാണ് മസാല മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇടുക, തക്കാളിയോടെ തന്നെ നട്ട്സ് ഇടുക. നട്ട്സ് മസ്റ്റാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ അരപ്പെല്ലാം ചൂട് മാറിയ ശേഷം അരപ്പെല്ലാം ഒന്ന് അരച്ചെടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇടുക, പിന്നെ ഈ മസാല തന്നെ അതായത് ഗ്രാമ്പൂ ഏലക്ക ഒന്നുകൂടി ഇടുക. പിന്നെ അതിന് ശേഷം അരച്ച് വെച്ചേക്കുന്ന മസാല ഒന്നിടുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാലൊഴിക്കുക. വെള്ളത്തിന് പകരം പാലൊഴിക്കുന്നതായിരിക്കും കുറച്ച് ടേസ്റ്റ്. പിന്നെ നമ്മൾ ഫ്രഷ് ക്രീം ഇടുക, തക്കാളി സോസ് ഇടുക. പിന്നെ അതിന് ശേഷം കസ്തൂരി മേത്തി മസ്റ്റാണ്. ഇതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും പനീർ ബട്ടർ മസാലയ്ക്ക്. അതിനുശേഷം നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായി. പിന്നെ ഞാൻ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിച്ചു നോക്കി. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു രണ്ടിൻ്റെയും കൂടെ.